എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പ്രധാനമായും നോക്കുവാൻ പോകുന്നത് UK അഥവാ യുണൈറ്റഡ് കിങ്ഡത്തിലെ ബ്രിട്ടൻ്റെ ജുഡീഷ്യറി സിസ്റ്റത്തെ പറ്റിയാണ്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ബ്രിട്ടൻ്റെ ജുഡീഷ്യൽ സിസ്റ്റത്തെ പറ്റി പറയുകയാണെങ്കിൽ, ബ്രിട്ടനിലെ നീതിന്യായ സംവിധാനം എന്നത് ഇന്ത്യയിലെ നീതിന്യായ സംവിധാനം പോലെ ഏകീകരിക്കപ്പെട്ട ഒരു നീതിന്യായ സംവിധാനമല്ല ബ്രിട്ടനിൽ നിലനിൽക്കുന്നത്. എന്നിരുന്നാലും ബ്രിട്ടനിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷൻ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം നിലനിർത്തിയിരിക്കുന്നു. കൂടാതെ ജഡ്ജിമാർക്ക് ആവശ്യമായ ശമ്പളവും ജോലി സ്ഥിരതയും കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബ്രിട്ടനിലെ നീതിന്യായ സംവിധാനം എന്ന് പറയുന്നത് ഇന്ത്യയെപ്പോലെ ഏകീകരിക്കപ്പെട്ട ഒരു നീതിന്യായ സംവിധാനമല്ല. മാത്രവുമല്ല, പ്രധാനമായിട്ടും 3 രീതിയിലാണ് സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടനിലെ നീതിന്യായ സംവിധാനം തരംതിരിക്കപ്പെട്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് എന്ന രീതിയിലാണ്. അതായത് 1 ലീഗൽ സിസ്റ്റമാണ് ഇംഗ്ലണ്ടിലും വെയിൽസിലും ഉള്ളത്. അതുപോലെ തന്നെ നോർത്തേൺ അയർലൻഡ്, അതുപോലെ തന്നെ മൂന്നാമത്തേതാണ് സ്കോട്ട്ലൻഡിലെ നീതിന്യായ സംവിധാനം എന്നിവ. ഓക്കെ, അപ്പോൾ എന്താണ് 3 രീതിയിലാണ് പ്ലേസിൻ്റെ അഥവാ സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടനിലെ നീതിന്യായ സംവിധാനത്തെ തരംതിരിച്ചിരിക്കുന്നത്. ആദ്യത്തേതാണ് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ്, രണ്ടാമത്തേതാണ് നോർത്തേൺ അയർലൻഡ്, മൂന്നാമത്തേതാണ് സ്കോട്ട്ലൻഡ് എന്നിങ്ങനെ. ഓക്കെ, അപ്പോൾ കൃത്യമായി ഏകീകരിക്കപ്പെട്ട ഒരു നിയമ സംവിധാനമല്ല ബ്രിട്ടനിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ 3 സംവിധാനങ്ങളെയും തന്നെ സുപ്രീം കോർട്ടിൽ ബ്രിട്ടനിൽ ഏകീകരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കുവാൻ പോകുന്നത് ബ്രിട്ടനിലെ സുപ്രീം കോർട്ടിനെ പറ്റിയാണ്. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് ഹെഡിങ് ആണ് സുപ്രീം കോർട്ട് ഓഫ് ദി യുണൈറ്റഡ് കിങ്ഡം എന്നത്. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത് നോക്കിയാൽ, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു ബ്രിട്ടനിൽ സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടനിലെ നീതിന്യായ സംവിധാനത്തെ 3 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് എന്നത്. അതായത് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ്, നോർത്തേൺ അയർലൻഡ് ആൻഡ് സ്കോട്ട്ലാൻഡ് എന്നിങ്ങനെ. ഓക്കെ, ഇപ്പോൾ മുകളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്, അതായത് നേരത്തെ പറഞ്ഞ നിയമ സംവിധാനത്തിനെല്ലാം ഉപരിയായിട്ട് അപ്പീൽ കോടതിയായി പ്രവർത്തിക്കുക എന്ന ഒരു ധർമ്മമാണ് സുപ്രീം കോർട്ട് ഓഫ് യുണൈറ്റഡ് കിങ്ഡത്തിൻ്റേത്. ഓക്കെ, അതായത് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ്, അതുപോലെ സ്കോട്ട്ലാൻഡ്, അതുപോലെ തന്നെ നോർത്തേൺ അയർലൻഡ്, ഈ 3 സംവിധാനങ്ങളിൽ നിന്നുമുള്ള നിയമവ്യവസ്ഥകൾക്ക് അപ്പീൽ കോടതിയായി സുപ്രീം കോടതി പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, എന്നാൽ പക്ഷേ ഈ സ്കോട്ട്ലാൻഡ് എന്ന സ്ഥലത്ത് ഹൈക്കോടതി നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഹൈക്കോടതി എന്ന് പറയുന്നത് ക്രിമിനൽ കേസുകളുടെ ഏറ്റവും ഉന്നതമായ ഒരു കോടതിയാണ്. അതുകൊണ്ട് തന്നെ സ്കോട്ട്ലാൻഡിൽ നിന്നുമുള്ള ക്രിമിനൽ കേസുകൾ ഒരിക്കലും തന്നെ ഈ പറഞ്ഞ സുപ്രീം കോടതി കൈകാര്യം ചെയ്യുന്നില്ല. മാത്രവുമല്ല, സ്കോട്ട്ലാൻഡിൽ നിന്നും ക്രിമിനൽ കേസുകളെ സംബന്ധിക്കുന്ന അപ്പീലുകൾ സുപ്രീം കോടതി പരിഗണിക്കില്ല. എന്തെങ്കിലുമൊക്കെ അപ്പീലുകൾ സ്കോട്ട്ലാൻഡിൽ നിന്നും ക്രിമിനൽ കേസുകളിലെ അപ്പീലുകൾ ഈ സുപ്രീം കോടതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് സുപ്രീം കോടതി പരിഗണിക്കുന്നില്ല. ഓക്കെ, അതായത് ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സ്കോട്ട്ലാൻഡിൽ തന്നെ ഒരു ഹൈക്കോടതി ഉണ്ട്. അത് ക്രിമിനൽ കേസുകളിൽ വളരെയധികം പ്രശസ്തമാണ്. ഓക്കെ, ഇപ്പോൾ സ്കോട്ട്ലാൻഡിൽ നിന്നും എന്തെങ്കിലും ക്രിമിനൽ കേസുകളുമായി സംബന്ധിക്കുന്ന കേസുകൾ അത് സ്കോട്ട്ലാൻഡിലെ ഹൈക്കോടതി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ എന്താണ് സ്കോട്ട്ലാൻഡിൽ നിന്ന് ഹൈക്കോടതി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹൈക്കോടതി എന്ന് പറയുന്നത് ക്രിമിനൽ കേസുകളുടെ ഉന്നത കോടതിയാണ്. മാത്രമല്ല, സ്കോട്ട്ലാൻഡിൽ നിന്നും ക്രിമിനൽ കേസുകൾ ഒരിക്കലും തന്നെ സുപ്രീം കോടതി കൈകാര്യം ചെയ്യുന്നില്ല. ഓക്കെ, മാത്രമല്ല സ്കോട്ട്ലാൻഡിൽ നിന്നും ക്രിമിനൽ കേസുകളെ സംബന്ധിക്കുന്ന അപ്പീലുകൾ സുപ്രീം കോടതി പരിഗണിക്കില്ല. ഓക്കെ, പക്ഷേ മറ്റ് പ്രദേശങ്ങളിൽ നിന്നുമുള്ള, അതായത് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ്, അതുപോലെ നോർത്തേൺ അയർലൻഡ് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ക്രിമിനൽ കേസുകളും അതുപോലെ തന്നെ സിവിൽ കേസുകളും സുപ്രീം കോടതി പരിഗണിക്കുകയും സ്കോട്ട്ലാൻഡിലെ സിവിൽ കേസുകളും മാത്രമാണ് സുപ്രീം കോടതി പരിഗണിക്കുക. ഓക്കെ, സ്കോട്ട്ലാൻഡിൽ നിന്നും സിവിൽ കേസുകൾ മാത്രം സുപ്രീം കോടതി പരിഗണിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് 2 പ്രദേശങ്ങളിൽ നിന്നും സിവിൽ കേസുകളും ക്രിമിനൽ കേസുകളും പരിഗണിക്കുകയും ചെയ്യും. ഓക്കെ, മാത്രമല്ല ഈ സുപ്രീം കോടതിക്ക് നിരവധിയായ വിഷയങ്ങൾ അഥവാ നിരവധിയായ കാര്യങ്ങളിൽ ധാരാളം അധികാരങ്ങളുണ്ട്. പ്രധാനമായിട്ടും അധികാര കൈമാറ്റത്തെക്കുറിച്ചും അതുപോലെ രാഷ്ട്രത്തിൽ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥകളെക്കുറിച്ചും തീരുമാനമെടുക്കുന്നതിന് സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. കൂടാതെ ബ്രിട്ടനിൽ ഇങ്ങനെ ഒരു സുപ്രീം കോടതി സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കുന്നത് പോലും 2005 കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോം ആക്ടിലൂടെയാണ്. ഓക്കെ, എന്താണ് 2005 കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോം ആക്ടിലൂടെയാണ് സുപ്രീം കോടതി സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് 2009 ഒക്ടോബർ 1 സുപ്രീം കോടതി UK നിലവിൽ വന്നത് പോലും. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കുവാൻ പോകുന്നത് ഈ ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട് എന്ന ടോപ്പിക്കാണ്. അതായത് ഇതിൻ്റെ അധികാര പരിധി അഥവാ അധികാര അതിർത്തി എന്തെല്ലാമാണ് എന്നതിനെ സംബന്ധിച്ചാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് എന്ന് പറയുന്നത് തന്നെ സുപ്രീം കോടതിയുടെ
പരിഗണന എന്ന് പറയുന്നത് ഈ 3 നിയമവ്യവസ്ഥകളിൽ നിന്നുമുള്ള, അതായത് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ്, അതുപോലെ നോർത്തേൺ അയർലൻഡ് ആൻഡ് സ്കോട്ട്ലാൻഡ്. ഓക്കെ, അപ്പോൾ ഈ 3 നിയമവ്യവസ്ഥകളിൽ നിന്നുമുള്ള അപ്പീലുകൾ പരിഗണിക്കുകയും തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. ഓക്കെ, എന്നാൽ സ്കോട്ട്ലാൻഡിൽ നിന്നുമുള്ള സിവിൽ കേസുകളുടെ അപ്പീലുകൾ പരിഗണിക്കുന്നുണ്ട്. സ്കോട്ട്ലാൻഡിൽ നിന്നും സിവിൽ കേസുകളിലുള്ള അപ്പീലുകൾ മാത്രമാണ് സുപ്രീം കോടതി പരിഗണിക്കുക. ഓക്കെ, എന്നാൽ അവിടെ നിന്നുമുള്ള ക്രിമിനൽ കേസുകളുടെ പരിഗണന സ്കോട്ട്ലാൻഡിലെ ഹൈക്കോടതിക്കായിരിക്കും. ഓക്കെ, ഇതിന് കാരണം എന്ന് പറയുന്നത് തന്നെ ഓൾറെഡി അവിടെ ഒരു സ്കോട്ട്ലാൻഡിൽ ഒരു ഹൈക്കോടതി നിലനിൽക്കുന്നുണ്ട്. ഈ ഹൈക്കോടതി എന്ന് പറയുന്നത് ക്രിമിനൽ കേസുകളുടെ ഉന്നത കോടതിയാണ്. ഓക്കെ, അപ്പോൾ സ്കോട്ട്ലാൻഡിൽ എന്തെങ്കിലും ക്രിമിനൽ കേസുകൾ ഉണ്ട് എങ്കിൽ അത് ആ ഹൈക്കോടതിയാണ് കൈകാര്യം ചെയ്യുന്നത്. സ്കോട്ട്ലാൻഡിൽ നിന്നും ക്രിമിനൽ കേസുകളിൽ എന്തെങ്കിലും അപ്പീലുകൾ ഏതെങ്കിലും കാരണവശാൽ സുപ്രീം കോടതിയിൽ വരികയാണ് എങ്കിൽ അത് സുപ്രീം കോടതി കൈകാര്യം ചെയ്യുകയില്ല. ഓക്കെ, കൂടാതെ രാഷ്ട്രത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ രാഷ്ട്രത്തിലെ ജനങ്ങളെ സംബന്ധിച്ചുമുള്ള പൊതു പ്രാധാന്യമുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് തീരുമാനമെടുക്കുക എന്നതും സുപ്രീം കോടതിയുടെ ഒരു പ്രധാന ഉത്തരവാദിത്തമാണ്. ഓക്കെ, എന്താണ് രാഷ്ട്രത്തെ സംബന്ധിച്ച്, അതായത് സ്റ്റേറ്റിനെ സംബന്ധിക്കുന്ന ഏത് കാര്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ ആ സ്റ്റേറ്റിലെ താമസിക്കുന്ന ആളുകളുടെ ജീവനും സ്വത്ത്, ആരോഗ്യം തുടങ്ങിയ എല്ലാ കാര്യങ്ങളെയും സംബന്ധിച്ചും ഉള്ള ഏതെങ്കിലും ഒരു, അതായത് ഇവരെല്ലാം ബാധിക്കുന്ന, പൊതുവായിട്ട് ബാധിക്കുന്ന പൊതു പ്രാധാന്യമുള്ള എന്ത് പ്രശ്നങ്ങൾ അഥവാ എന്ത് വിഷയങ്ങൾ വന്നാലും അതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കുക എന്നത് സുപ്രീം കോടതിയുടെ മാത്രം ഒരു ഉത്തരവാദിത്തമാണ്. ഓക്കെ, മാത്രമല്ല സ്കോട്ട്ലാൻഡ് ഒഴികെയുള്ള മറ്റ് പ്രദേശങ്ങളിലെ ക്രിമിനൽ കേസുകളിലെ അപ്പീലുകൾ സുപ്രീം കോടതി പരിഗണിക്കെടുക്കുന്നുണ്ട്. ഓക്കെ, കൂടാതെ രാഷ്ട്രത്തിലെ അധികാര കൈമാറ്റത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സുപ്രീം കോടതിയാണ്. ഓക്കെ, എന്താണ് രാഷ്ട്രത്തിലെ അധികാര കൈമാറ്റത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും കൈകാര്യം ചെയ്യുന്നത് സുപ്രീം കോടതിയാണ്, അല്ലാതെ പ്രാദേശിക കോടതികൾ ആയിരിക്കില്ല. ഓക്കെ, ഇപ്പോൾ പ്രാദേശിക കോടതികൾ പ്രാദേശികമായ വിഷയങ്ങളായിരിക്കും കൈകാര്യം ചെയ്യുക, അല്ലാതെ രാഷ്ട്രത്തിലെ അധികാര കൈമാറ്റത്തെ സംബന്ധിച്ചുള്ള വലിയ വലിയ വിഷയങ്ങളെല്ലാം തന്നെ സുപ്രീം കോടതിയാണ് കൈകാര്യം ചെയ്യുന്നത്. അതിനുള്ള അവകാശം പ്രാദേശിക കോടതികൾക്കുണ്ടായിരിക്കുകയില്ല. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന സുപ്രീം കോടതിയുടെ പ്രസിഡൻറ്റിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ സുപ്രീം കോടതിയുടെ പ്രസിഡൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ സുപ്രീം കോടതിയുടെ പ്രസിഡൻറ്റ് നിയമം കൈകാര്യം ചെയ്യുന്ന ഏറ്റവും ഉന്നത റാങ്കിലുള്ളൊരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി അറിയപ്പെടുന്നത് പോലും സീനിയർ ലോ ലോർഡ് എന്നാണ്. അതായത് നിയമം കൈകാര്യം ചെയ്യുന്ന സുപ്രീം കോടതിയിലെ ഏറ്റവും ഉന്നത റാങ്കിലുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ സീനിയർ ലോ ലോർഡ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് പോലും. ഓക്കെ, തുടർന്ന് അദ്ദേഹത്തിൻ്റെ താഴെ ഡെപ്യൂട്ടി പ്രസിഡൻറ്റും ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് ഈ സീനിയർ ലോ ലോർഡിൻ്റെ താഴെയാണ് ഡെപ്യൂട്ടി പ്രസിഡന്റ് ഉണ്ടായിരിക്കുക. അദ്ദേഹം എന്ന് പറയുന്നത് സുപ്രീം കോർട്ടിലെ 2ാമത്തെ സീനിയർ ജഡ്ജായിരിക്കും. ഓക്കെ, അതായത് ആദ്യത്തേത് പ്രസിഡൻ്റാണ്, അതായത് സുപ്രീം കോടതിയുടെ പ്രസിഡൻ്റാണ് ആദ്യത്തെ സീനിയർ ജഡ്ജ്. അതായത് നിയമം കൈകാര്യം ചെയ്യുന്ന ഏറ്റവും ഉന്നത റാങ്കിലുള്ള വ്യക്തിയാണ് അദ്ദേഹം. സീനിയർ ലോ ലോർഡ് എന്നാണ് ബ്രിട്ടനിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് താഴെ ഡെപ്യൂട്ടി പ്രസിഡന്റ് ഉണ്ടായിരിക്കും. അതായത് അദ്ദേഹം എന്ന് പറയുന്നത് സുപ്രീം കോർട്ടിലെ 2ാമത്തെ സീനിയർ ജഡ്ജായിരിക്കും. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം അറിയപ്പെടുന്നത് പോലും ഈ സെക്കൻഡ് സീനിയർ ലോർഡ് ഓഫ് അപ്പീൽ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് UK അഥവാ യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ബ്രിട്ടൻ്റെ ജുഡീഷ്യൽ സിസ്റ്റത്തെ പറ്റി പ്രധാനമായും പറയാനുള്ളത്. വളരെ പഴക്കം ചെന്ന ഒരു മെറ്റീരിയൽസാണ് ഇതിനു വേണ്ടി റെഫർ ചെയ്യാൻ എടുത്തിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരിഗണിക്കുക, തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുക. മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.